മറ്റു വാർത്തകളിലേക്ക് വന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പുതല നടപടി ഉടൻ. പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കും. 1458 പേർ പെൻഷന് അർഹരെന്ന് സാക്ഷ്യപ്പെടുത്തിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും കുടുങ്ങും. പണം കൈപ്പറ്റിയവരിൽ നിന്ന് വിശദീകരണം തേടുമെന്നും എല്ലാ പോരായ്മകളും പരിശോധിക്കുമെന്നും ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സാമൂഹ്യ പെൻഷൻ കൈയിട്ടുവാരിയ ഉദ്യോഗസ്ഥന്മാരെ പൂട്ടാനാണ് സർക്കാർ തീരുമാനം. പെൻഷൻ കൈപ്പറ്റിയ 1458 ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കും. പെൻഷൻ തുക പലിശ സഹിതം തിരിച്ചുപിടിക്കാനാണ് നീക്കം. ആദ്യഘട്ടത്തിൽ ഇവർക്ക് നോട്ടീസ് അയക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സേവന സ്പാർക്ക് സോഫ്റ്റ്വെയറുകൾ താരതമ്യപ്പെടുത്തിയപ്പോഴാണ് പെൻഷൻ തട്ടിപ്പ് കണ്ടെത്തിയത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണം തുടങ്ങി. സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു എന്നുള്ളത് വിശദമായ പരിശോധന കണ്ടെത്തി. അതിന്റെ ഒരു റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ 1400-ലധികം പേര് വാങ്ങുന്നതായിട്ട് കണ്ടെത്തിയത്. അങ്ങനെ വാങ്ങിയ പണം അവർ തിരിച്ചടയ്ക്കണം. അതിന് യാതൊരു സംശയമില്ല. അതും പലിശയൊക്കെ സഹിതം അടയ്ക്കേണ്ടി വരും. തീർച്ചയായിട്ടും തെറ്റ് കാണിക്കുന്ന ആളുകളുടെ പേരെ നടപടി ഉണ്ടാവണം. അതിന് ആവശ്യമായ അന്വേഷണം നടത്തി നടപടി എടുക്കാനാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയവരുടെ പട്ടികയിൽ കോളേജ്, സ്കൂൾ അധ്യാപകർ മുതൽ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ് വരെയുണ്ട്. പെൻഷൻ തട്ടിപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വീഴ്ച സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ. തദ്ദേശ സ്ഥാപനങ്ങളാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കുന്നത്. കൃത്യമായ പരിശോധന നടത്താത്തതാണ് പെൻഷൻ തട്ടിപ്പിന് വഴിയൊരുക്കിയതെന്നും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.